ഇന്നത്തെ യാത്ര രാമോജി ഫിലിം സിറ്റിയിലേക്ക്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്ത് രാമോജി ഫിലിം സിറ്റീൻ്റെ ഉള്ളിലെത്തി. ഒരുപാട് യാത്ര ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 9 മണി മുതൽ 5:30 വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. നമ്മളൊരു 10:30 ആകുമ്പോൾ തന്നെ ഇവിടെ എത്തി. നമ്മൾ ആദ്യം പോയത് അവിടെ നടക്കുന്ന ഷോസ് കാണാനാണ്. ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നൊരു ഷോ കാണാനാണ്. നമ്മളെ കൂടെ ഇരിക്കുന്നവരിൽ ഒരു 3 പേരെ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. അവർ കോസ്റ്റ്യൂമെല്ലാം മാറി വന്ന് അഭിനയിച്ചു. കുറച്ച് പേര് അതിന് സൗണ്ട് കൊടുത്തു. അങ്ങനെ ആ സിനിമയും കണ്ടു. അതിന് ശേഷം നമ്മൾ ഫിലിമി ദുനിയ എന്ന് പറയുന്നൊരു ഷോക്കാണ് കയറിയത്. അവിടുന്ന് ഒരു റൈഡിൽ കയറി നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോയി. സംഭവം സൂപ്പറാണ്. ഹവായ് മോനയില്ല മോന നമ്മുടെ ഇന്ത്യ അതിനുശേഷം നമ്മൾ സ്പേസ് യാത്ര കാണാൻ പോയി. ഷോ ഒക്കെ കണ്ട് പുറത്തേക്ക് വന്ന് നമ്മൾ അവിടെ ഒന്ന് കറങ്ങി കണ്ടു. അടുത്തത് സ്പിരിറ്റ് ഓഫ് രാമോജി എന്ന ഷോ ആണ്. ഷോ കഴിഞ്ഞ് അവിടുത്തെ പുറത്തെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പോയി. ബാഹുബലിൻ്റെ സെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ബസ് കയറി. ഓരോ സിനിമയും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ നമുക്ക് വണ്ടിയിലെ ഗൈഡ് പറഞ്ഞു തന്നു. ഇക്കാണുന്നതാണ് ചന്ദ്രമുഖി സിനിമ ഷൂട്ട് ചെയ്ത കൊട്ടാരം. These are the locations used as Mumbai. ഇവിടെയാണ് ലക്കി ഭാസ്കർ സിനിമ ഷൂട്ട് ചെയ്തത്. It's a Goa police station. आपके दोनों तरफ देखिए. So these are all South Indian villages. It is a corporate office of Ramoji. Now look at your left side. Right. Now look at your right side. ദൃശ്യം സിനിമയിലെ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. जेल से बाहर आने का है. Saahas closes at 4 o'clock. 4 बजे बंद होगा साहस. These big buildings are called big shooting floors. ഇനി പോകുന്നത് മഹാഭാരതത്തിന്റെ സെറ്റിലാണ്. റെയിൽവേ സ്റ്റേഷന്റെ സെറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ ഡാൻസ് കളിച്ചു. പിന്നെ നേരെ വിട്ടത് ബാഹുബലിന്റെ സെറ്റിലാണ്.
ഇന്ന് അവിടെ AR റഹ്മാൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജാണ് ഈ കാണുന്നത്. പിന്നെയും കുറേ സിനിമയിൽ സെറ്റ് കണ്ടു. ഇപ്പോൾ വന്നിട്ടുള്ളത് വിമാനത്താവളത്തിൻ്റെ സെറ്റിലാണ്. അതിനുശേഷം ബട്ടർഫ്ലൈ ഗാർഡൻ, ബോൺസായി ഗാർഡൻ, ബേർഡ്സ് പാർക്ക് ഇതെല്ലാം കണ്ടു. ഏറ്റവും അടിപൊളി വൈൽഡ് വെസ്റ്റ് തിയേറ്ററിൻ്റെ സ്റ്റണ്ട് ഷോ ആണ്. അതിനുശേഷം ഞങ്ങൾ ക്ലോസിംഗ് സെറിമണി കാണാൻ പോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങി.